ദേഷ്യത്തിന് കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ കുറച്ച് സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചെയ്തു പോകുന്ന ചില പ്രവൃത്തികൾ, അതിന് കുറച്ച് നേരത്തെ ആയുസ് ആകണമെന്നില്ല. അതിൻ്റെ എല്ലാ ദുഃഖവും നമ്മുടെ തന്നെ കൂടെ നിരന്തരമായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശ്രീബുദ്ധ പറഞ്ഞത്, ഒരാൾ വിഷം കുടിച്ചിട്ട് വേറൊരാൾ മരിക്കാൻ കാത്തിരിക്കൽ ആണ് ദേഷ്യപ്പെടൽ. നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സങ്കടങ്ങളും മറ്റുള്ളവരെ ബാധിക്കുന്നത് പോലെ നമ്മളെയും ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണ് ദേഷ്യപ്പെടാതിരിക്കാനുള്ളൊരു വഴി? എന്താണ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ളൊരു വഴി? എന്താണ്? ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു എളുപ്പ വഴി. അതാണ് എന്താണെന്നറിയോ? മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുക. സങ്കടങ്ങൾക്ക്, വേദനകൾക്ക്, ചെറിയ ചെറിയ നിരാശകൾക്ക്, ഇതൊക്കെ നിരന്തരമായി മനുഷ്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. മാപ്പ് കൊടുക്കുക. ദേഷ്യപ്പെടാതെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു വഴി അതാണ്.